വീണ്ടും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനെ കിടുകിട വിറപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. പാകിസ്ഥാനിൽ ഒരു വമ്പൻ സ്ഫോടനം, പാകിസ്ഥാനിലെ ക്വറ്റയിലാണ് ഒരു വമ്പൻ സ്ഫോടനം ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയെ പ്രതിരോധിക്കാനായി ചൈനയിലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയി എന്ന വലിയ വാദം ഉന്നയിച്ചതിന് ശേഷമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ മറ്റൊരു വമ്പൻ സ്ഫോടനം നടത്തിയിരിക്കുന്നത്. പഹൽഗാമിൻ്റെ ഉന്നയിച്ചപ്പോൾ അവിടെ ഷഹബാസ് ഷെരീഫ് ഉന്നയിച്ചത് ജാഫർ എക്സ്പ്രസ് ഞങ്ങളുടെ തട്ടിക്കൊണ്ടുപോയി. അത് തട്ടിക്കൊണ്ടുപോയത് BLA ആണ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ്. ഇന്ത്യക്ക് അതിൽ എന്ത് പങ്ക് എന്നാണ് പല ആൾക്കാരും ആ സമയത്ത് ചോദിച്ചത്. എന്നിരുന്നാലും പഹൽഗാം കൃത്യമായി ഷാങ്ഹായ് ഉച്ചകോടിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടത് പാകിസ്ഥാന് വലിയ ക്ഷീണം സൃഷ്ടിച്ചുവെന്നും നമുക്ക് മനസ്സിലാകുന്നു. പോരാത്തതിന് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ ക്വറ്റയിൽ വലിയ രീതിയിലുള്ള ഒരു റാലിയെ ലക്ഷ്യമിട്ട് വമ്പൻ സ്ഫോടനം നടത്തിയിരിക്കുന്നു. ഇതിൽ 14 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്, 35ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എക്സ്പ്ലോഷൻ ടാർഗറ്റിംഗ് പബ്ലിക് റാലി ഇൻ പാകിസ്ഥാൻ സൗത്ത് വെസ്റ്റേൺ പ്രൊവിൻസ് ഓഫ് ബലൂചിസ്ഥാൻ ലീവ്സ് 4 people dead and 10 injured. സൈറ്റിംഗ് ഹെൽത്ത് ഒഫീഷ്യൽസ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോരാത്തതിന് അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്കത് നിങ്ങളെ കാണിക്കാൻ സാധിക്കുന്നതല്ല. എന്തായാലും വലിയ നേതാക്കളെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ലക്ഷ്യം വെച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സർദാർ അതാവുല്ല മെക്കലിൻ്റെ 4ാം ചരമവാർഷികത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയുടെ സമാപനത്തിന് ശേഷം ഷഹ്വാനി സ്റ്റേഡിയത്തിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ആരോഗ്യമന്ത്രി ബഖ്ത് മുഹമ്മദ് കക്കറും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. BNP നേതാവ് അക്തർ മെങ്കലിൻ്റെയും അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ അവർക്ക് നിലവിൽ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും പോലീസ് പറയുന്നു. സുരക്ഷാ സേന ഈ പ്രദേശം വളഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം സ്ഫോടനത്തിൽ 13 പാർട്ടി പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി BNP വക്താവ് സാജിദ് തരീൻ പറഞ്ഞു. അക്തർ മെങ്കലിന്റെ കാർ പോയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.